നിങ്ങളുടെ പോർട്ട്ഫോളിയോ മൊത്തത്തിൽ ഒരു ചുവപ്പ് മയമാണ്. ദിവസവും മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ നെഞ്ചിൽ ഒരു ഇടിച്ചി തന്നെയാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ലോസിലേക്ക് പോകുന്നത് കണ്ട് പേടിച്ച് എല്ലാം സെല്ല് ചെയ്ത് അക്കൗണ്ട് ക്ലിയർ ചെയ്യണം എന്ന ഒരു ആഗ്രഹം തോന്നാറുണ്ട്. അല്ലെങ്കിൽ സെല്ല് ചെയ്യണോ ഹോൾഡ് ചെയ്യണോ എന്നൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ തന്നെ ഇരിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. കാരണം നമ്മളെ പോലെയുള്ള സാധാരണ ഇൻവെസ്റ്റേഴ്സ് പേടിച്ച് സെല്ല് ചെയ്യുന്ന സമയത്താണ് സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സും ബിഗ് മണി അവരുടെ വലിയ മൂവ്മെന്റിന് പ്ലാൻ ചെയ്യുന്നത്. റീറ്റെയിൽ ട്രേഡേഴ്സ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ വലിയ രീതിയിൽ സെല്ല് ചെയ്ത് പുറത്തു പോകുമ്പോൾ സ്മാർട്ട് മണി അക്യുമുലേറ്റ് ചെയ്യാറാണ് പതിവ്. ഏപ്രിൽ മാസത്തിൽ നല്ലൊരു റാലി വരുമ്പോൾ ഇതേ സെയിം പീപ്പിൾ ഫോമോയിൽ ബൈ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, നിങ്ങൾ പാനിക് സൈഡിലാണോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് സൈഡിലാണോ നിങ്ങളുടെ ട്രേഡിംഗ് നടത്തുന്നത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ഈ ഒരു വീഴ്ച ശരിക്കും പറഞ്ഞാൽ ഏപ്രിലെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയിലേക്കുള്ള ഒരു താക്കോലാണ്. എല്ലാവരും കാണുന്ന ഈ ഒരു പ്രശ്നം എന്തുകൊണ്ടാണെന്നും ഇതെങ്ങനെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാമെന്നും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നു. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. എല്ലാ വർഷവും മാർച്ച് വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുതരം പേടിയാണ്. പലരുടെയും പോർട്ട്ഫോളിയോ 5%, 10%, ചിലപ്പോൾ 15% വരെ താഴേക്ക് പോകുന്നത് കാണാൻ കഴിയും. ഇതിനെയാണ് നമ്മൾ മാർച്ച് വോളറ്റാലിറ്റി എന്ന് പറയുന്നത്. ഒരു സ്ഥിരം മാർക്കറ്റ് ക്രാഷ് അല്ല, മറിച്ച് പ്രൈസ് വളരെ സ്പീഡിൽ മുകളിലേക്കും താഴേക്കും പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ഹിസ്റ്ററി നോക്കിയാൽ ഒരു കാര്യം വളരെ ക്ലിയർ ആകും. ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വോളറ്റാലിറ്റി കാണിക്കുന്ന മാസങ്ങളിൽ ഒന്നാണ് മാർച്ച്. മെയിൻ ഇൻഡിസസുകളിൽ ഏറ്റവും കൂടിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് റിസ്ക് കാണിക്കുന്ന ഒരു മാസവുമാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ മാസത്തിൽ മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും നല്ല സ്പീഡിൽ മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു നെഗറ്റീവ് മൂവ്മെന്റിനാണ് ചാൻസ് കുറച്ചുകൂടി കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് മാർച്ച് മാസത്തിൽ നിഫ്റ്റിയുടെ ഒരു ആവറേജ് റിട്ടേൺ ഹിസ്റ്റോറിക്കലി നോക്കിയാൽ നെഗറ്റീവായിട്ട് കാണുന്നത്. പക്ഷെ എല്ലാ മാർച്ചിലും ഇങ്ങനെ മാർക്കറ്റ് ഉറപ്പായിട്ടും താഴോട്ട് പോകും എന്നല്ല ഇതിന്റെ അർത്ഥം. ഉദാഹരണത്തിന് റിപ്പോർട്ടുകൾ അനുസരിച്ച് 2025 മാർച്ചിൽ നിഫ്റ്റി 6% കൂടുതൽ നേട്ടമുണ്ടാക്കി. എന്നാൽ 2020 മാർച്ചിൽ കോവിഡ് വന്നപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയൊരു വീഴ്ച കാണുകയും ചെയ്തു. അതുകൊണ്ട് മാർച്ച് ഒരു വീഴ്ചയുടെ മാസമല്ല, വളരെ വലിയ വോളറ്റാലിറ്റിയുടെ മാസമാണ് എന്ന് മനസ്സിൽ വയ്ക്കുക. ഈ ഒരു വോളറ്റാലിറ്റിയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് മാർച്ച് മാസത്തിൽ ഇത്രയും ഒരു വോളറ്റാലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാകാനുള്ള കാരണം? ഇതിന് കൃത്യമായിട്ടുള്ള 4 റീസൺസ് ആണുള്ളത്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ പകുതി ടെൻഷൻ കുറയും. അപ്പൊ നമുക്ക് ആ ഒരു റീസണുകളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ റീസൺ ഫിനാൻഷ്യൽ ഇയർ എൻഡാണ്. ഇന്ത്യയിലെ ഒരു ഫിനാൻഷ്യൽ ഇയർ തീരുന്നത് മാർച്ച് 31-നാണ്. ഈ ഒരു സംഭവം തന്നെ മാർക്കറ്റിൽ പലതരം മൂവ്മെന്റ്സും ഉണ്ടാക്കിയിരുന്നു. അതിലൊന്നാണ് രണ്ടാമത്തെ മെയിൻ റീസൺ, ടാക്സ് ലോസ് ഹാർവെസ്റ്റ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ സ്റ്റോക്കുകളിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ അതേ വർഷം നിങ്ങൾക്ക് ലോസ് വന്ന സ്റ്റോക്സ് നിങ്ങൾ സെല് ചെയ്യുകയാണെങ്കിൽ ആ ലോസ് നിങ്ങളുടെ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്ത് അടയ്ക്കേണ്ട ടാക്സ് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അവരുടെ പോർട്ട്ഫോളിയോയിലെ ലോസ് ഉള്ള സ്റ്റോക്സ് മാർച്ച് 31-ന് സെല്ല് ചെയ്ത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെ ഒരുപാട് പേര് ഒരേ സമയം സെല്ല് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും ഒരു സെല്ലിംഗ് മൂഡ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ മൂന്നാമത്തെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ബുക്കിങ്ങും വിൻഡോ ഡ്രസ്സിങ്ങുമാണ്. മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, മറ്റു വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവരുടെ വാർഷിക കണക്കുകൾ ക്ലോസ് ചെയ്യുന്നത് മാർച്ച് 31-നാണ്. അവരുടെ കസ്റ്റമേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും മുന്നിൽ നല്ലൊരു പെർഫോമൻസ് കാണിക്കാൻ വേണ്ടി അവർ പ്രോഫിറ്റിലുള്ള പല സ്റ്റോക്കുകളും വിറ്റ് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇതിനെയാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇതും ആ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള സെല്ലിങ്ങിന് കാരണമായേക്കും. നാലാമത്തേതും ഏറ്റവും ഇമ്പാക്ട് ഉള്ളതുമായിട്ടുള്ള റീസൺ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എക്സ്പയറി ആണ്. ഓരോ മാസത്തെയും ലാസ്റ്റ് വീക്കിലാണ് ആ മന്തിലെ എഫ്ആർഒ കോൺട്രാക്ട് എക്സ്പയർ ആകുന്നത്. എന്നാൽ മാർച്ചിലെ എക്സ്പയറി ഒരു ഫിനാൻഷ്യൽ ഇയറിലെ അവസാനത്തേത് കൂടിയാണ്. ഇതുകൊണ്ടാണ് സാധാരണയിലും കൂടുതൽ ട്രേഡേഴ്സ് അവരുടെ പൊസിഷൻസ് ഒന്നുകിൽ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് റോൾ ഓവർ ചെയ്യും. ഇത് മാർക്കറ്റിൽ വലിയ വോളിയത്തിനും വോളറ്റാലിറ്റിക്കും കാരണമാകും. എഫ്ആർഒ മാർക്കറ്റിൽ ലിവറേജ് എടുത്ത് ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് സാധാരണ മാർക്കറ്റിലെ ചെറിയൊരു വീഴ്ച പോലും അവിടെ ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാക്കിയേക്കും. ഈ 4 റീസണുകളും ഒരുമിച്ച് വരുമ്പോഴാണ് മാർച്ചിൽ നമ്മൾ കാണുന്ന ഈ ഒരു പേടിപ്പെടുത്തുന്ന വോളറ്റാലിറ്റി ഉണ്ടാവുന്നത്. ഇത് മാർക്കറ്റിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടല്ല, മറിച്ച് ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിന്റെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ മാർച്ചിലെ ഈ ഒരു പേടിയെ നമുക്ക് എങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഉത്തരം അടുത്ത മാസം തന്നെയുണ്ട്, ഏപ്രിൽ. മാർച്ച് 31 കഴിയുന്നതോടെ ഏപ്രിൽ 1-ന് പുതിയൊരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുകയാണ്. അതോടെ മാർക്കറ്റിലെ ആളുകളുടെ മൈൻഡ് സെറ്റും മാറിയിരുന്നു. മാർച്ചിലെ ഈ ഒരു വീഴ്ച ഏപ്രിലെ ഒരു സുവർണാവസരത്തിന്റെ ട്രെയിലർ മാത്രമാണെങ്കിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിയും? പുതിയ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ മാർക്കറ്റിലേക്ക് പുതിയ പണം വരാൻ തുടങ്ങും. പലരും പുതിയ ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റുകൾ തുടങ്ങുന്നത് ഏപ്രിലാണ്. പുതിയ SIP-കൾ സ്റ്റാർട്ട് ചെയ്യും. മ്യൂച്വൽ ഫണ്ട്സിനും മറ്റ് സ്ഥാപനങ്ങൾക്കും പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഫണ്ട് അലോട്ട്മെന്റ് കിട്ടും. ഈ പുതിയ പണമൊക്കെ സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് വരുന്നത്. ഇനി നമുക്ക് ഹിസ്റ്ററി എന്താണ് പറയുന്നത് എന്ന് കൂടി നോക്കാം. ഹിസ്റ്ററി ഒന്നിനും ഒരു ഗ്യാരണ്ടി തരുന്നില്ല. പക്ഷേ
പോസിബിലിറ്റീസിനെ പറ്റി നല്ലൊരു ഐഡിയ തരാം ഹിസ്റ്ററിക്ക് വേണ്ടി. കഴിഞ്ഞ 10 വർഷത്തെ ഡേറ്റ എടുത്ത് നോക്കിയാൽ നിഫ്റ്റി 50 ഇൻഡെക്സ് 6 തവണയും ഏപ്രിൽ മാസത്തിൽ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. മിഡ് ക്യാപ് ഇൻഡെക്സിന്റെ കാര്യം ഇതിലും ഇൻട്രസ്റ്റിംഗ് ആണ്. കഴിഞ്ഞ 10 വർഷത്തിൽ 8 തവണയും മിഡ് ക്യാപ് ഇൻഡെക്സ് ഏപ്രിലിൽ നേട്ടമുണ്ടാക്കി. ഒരു ആവറേജ് 3.7% ഗ്രോത്തോടെ സ്മോൾ ക്യാപ് ഇൻഡെക്സിന്റെ പെർഫോമൻസ് അതിലും സർപ്രൈസിംഗ് ആണ്. കഴിഞ്ഞ 15 വർഷത്തിൽ 14 തവണയും BSE സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഏപ്രിൽ മാസത്തിൽ പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുണ്ട് എന്നാണ് ഡേറ്റ കാണിക്കുന്നത്. ഇതൊരു ഫണ്ടമെന്റൽ പ്രോബ്ലം അല്ല, ഇതൊരു കലണ്ടർ എഫക്റ്റ് ആണ്. അതുകൊണ്ടാണ് മാർച്ചിൽ പാനിക് ആവേണ്ട എന്നും ഏപ്രിൽ മാസത്തേക്ക് പ്രിപ്പയർ ചെയ്യണം എന്നും പറയുന്നത്. അപ്പൊ 2025 കാര്യം തന്നെ നോക്കാം. ആ വർഷം മാർച്ചിൽ നിഫ്റ്റി 6% കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. അതിനുശേഷം ഏപ്രിലിൽ 3.46% അധിക നേട്ടവും കിട്ടി. പക്ഷെ ഇതിനിടയ്ക്ക് ഗ്ലോബലി ചില ഇഷ്യൂകൾ വന്നപ്പോൾ ഏപ്രിലിൽ തന്നെ മാർക്കറ്റ് ഒരു 8% വരെ ഇടിയുകയുണ്ടായി. നല്ല രീതിയിലുള്ള FIA സപ്പോർട്ടിൽ വേഗം തന്നെ മാർക്കറ്റ് തിരിച്ചു കയറുകയും ചെയ്തു. ഇത് കാണിക്കുന്ന ഏപ്രിൽ മാസത്തിലും വോളറ്റാലിറ്റി ഉണ്ടാകാം, പക്ഷെ ഓവറോൾ ട്രെൻഡ് പോസിറ്റീവ് ആകാനാണ് ചാൻസ്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി മുതലാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓപ്പർച്യൂണിറ്റി റാൻഡമായിട്ട് വരില്ല, പ്രിപ്പയർഡ് മൈൻഡ്സിന് മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. അതിനുള്ള ചില വഴികളാണ് ഈ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ വഴി, മാർച്ചിൽ റെഡി ആവുക, ഏപ്രിലിൽ കളത്തിലിറങ്ങുക. മാർച്ചിലെ വീഴ്ച കണ്ട് പേടിച്ച് സെല്ല് ചെയ്യുന്നതിന് പകരം നല്ല ക്വാളിറ്റിയുള്ള ഫണ്ടമെന്റൽസ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളുടെ ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. മാർക്കറ്റ് മൊത്തത്തിൽ താഴോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നമില്ലാത്ത നല്ല കമ്പനികളുടെ സ്റ്റോക്സും നമുക്ക് വില കുറച്ച് കിട്ടും. ഇതാണ് നമുക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റി. രണ്ടാമത്തെ വഴി, നല്ല പൊട്ടൻഷ്യൽ ഉള്ള സെക്ടേഴ്സ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഹിസ്റ്റോറിക്കലി ഏപ്രിൽ മാസത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചയിട്ടുള്ള ചില സെക്ടേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും ബാങ്കിങ്. കഴിഞ്ഞ 10 വർഷത്തിൽ 7 തവണയും ബാങ്കിങ് ഇൻഡെക്സ് ഏപ്രിൽ പോസിറ്റീവ് റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ആവറേജ് 3.4% പ്രോഫിറ്റോടെ തന്നെയാണ് അവർക്ക് റിട്ടേൺസ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മെറ്റൽസ് ആൻഡ് ഫാർമ സെക്ടറിലെ സ്റ്റോക്കുകൾ ഏപ്രിലിൽ നല്ല പെർഫോമൻസ് കാണിക്കാറുണ്ട്. ചില സ്റ്റഡീസ് അനുസരിച്ച് സെയിൽ, JSW സ്റ്റീല്, ഗ്ലെൻമാർക്ക് ഫാർമ പോലെയുള്ള സ്റ്റോക്കുകൾ ഏപ്രിൽ പോസിറ്റീവ് റിട്ടേൺസ് തരാൻ നല്ല പോസിബിലിറ്റി ഉള്ള സ്റ്റോക്കുകളാണ്. IT സെക്ടറിലെ ജാഗ്രത വളരെ ഇമ്പോർട്ടന്റ് ആണ്. IT സെക്ടറിലെ സ്റ്റോക്കുകൾ ഏപ്രിൽ കുറച്ച് വീക്ക് ആകാനുള്ള ഒരു ട്രെൻഡ് പലപ്പോഴും കാണിക്കാറുണ്ട്. ഇൻഫോസിസ്, HCL ടെക് പോലെയുള്ള സ്റ്റോക്കുകൾ ഏപ്രിൽ മാസത്തിൽ നെഗറ്റീവ് റിട്ടേൺ തരാനുള്ള ചാൻസ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവ് കാരണം IT സെക്ടർ ഒരു വലിയ പ്രഷറിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ വഴി എന്താണ് നമുക്ക് നോക്കാം. ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ചേർത്ത സ്റ്റോക്സ് അതിന്റെ 200-ഡേ മൂവിംഗ് ആവറേജിന് മുകളിലാണോ എന്ന് നോക്കുക. താഴെയാണെങ്കിൽ എപ്പോഴാണ് അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വരുന്നത് എന്നുകൂടി ശ്രദ്ധിക്കുക. മാർക്കറ്റ് വീഴുമ്പോൾ ഈ 200-ഡേ മൂവിംഗ് ആവറേജിന് അടുത്തായിട്ട് സപ്പോർട്ട് എടുക്കുന്ന നല്ല നല്ല സ്റ്റോക്കുകൾ വാങ്ങുന്നത് ഒരു നല്ല സ്ട്രാറ്റജിയാണ്. ഇനി നാലാമത്തെ വഴി, മാർക്കറ്റിന്റെ ഓവറോൾ ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അഡ്വാൻസ്ഡ് ട്രെൻഡ്സിന് F&O ഡേറ്റ നോക്കി മാർക്കറ്റിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. പുട്ട് കോൾ റേഷ്യോ 1ന് മുകളിലാണെങ്കിൽ അത് ബുള്ളിഷ് ആണെന്നും പുട്ട് കോൾ റേഷ്യോ 1ന് താഴെയാണെങ്കിൽ അത് ബിയറിഷ് ട്രെൻഡിനെയുമാണ് കാണിക്കുന്നത്. ഇമ്പോർട്ടന്റ് ലെവൽസിൽ എവിടെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുന്നത് എന്ന് നോക്കുന്നതും മാർക്കറ്റിന്റെ സപ്പോർട്ട്, റെസിസ്റ്റൻസ് ഇപ്പൊ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത്. ഇത്രയും കേട്ടെന്ന് വെച്ച് നാളെ തന്നെ കയ്യിലുള്ള പൈസ മുഴുവൻ എടുത്ത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, മറിച്ച് ഹിസ്റ്റോറിക്കൽ ഡേറ്റയും മാർക്കറ്റ് സൈക്കിളും വെച്ചിട്ടുള്ള ഒരു സ്റ്റഡിയും ഒബ്സർവേഷനുമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും വലിയ റിസ്കുകൾക്ക് വിധേയമാണ്. അതുകൊണ്ട് അത് മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് നീങ്ങുക. അപ്പൊ ഇവിടെ നമ്മൾ സംസാരിച്ച സീസണലി എന്നത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സൂചനയാണ്. അതൊരിക്കലും ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ അല്ല. സ്റ്റോക്കിന്റെ പ്രൈസ്, വോളിയം, കമ്പനിയുടെ ഫണ്ടമെന്റൽസ്, ഗ്ലോബൽ ന്യൂസ് ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ കഴിയൂ. മാർക്കറ്റിനെ കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. പക്ഷേ മാർക്കറ്റിന്റെ സ്വഭാവം മനസ്സിലാക്കി അതിന്റെ വോളറ്റാലിറ്റിക്ക് അനുസരിച്ച് റെഡി ആയിരിക്കാൻ നമുക്ക് ഉറപ്പായിട്ട് കഴിയും. വാറൻ ബഫറ്റ് പറഞ്ഞതുപോലെ മറ്റുള്ളവർ ഗ്രീഡി ആകുമ്പോൾ പേടിക്കുക, മറ്റുള്ളവർ പേടിക്കുമ്പോൾ ഗ്രീഡി ആവുക. ഒരുപക്ഷെ മാർച്ചിലെ ഈ ഒരു വീഴ്ച ഏപ്രിലെ സുവർണ അവസരത്തിനുള്ള ട്രെയിലർ മാത്രമാണെങ്കിൽ നമുക്ക് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. റീറ്റെയിൽ പാനിക് സെൽസ് ഇൻ മാർച്ച്, സ്മാർട്ട് മണി അക്യുമുലേറ്റ്സ്. ഏപ്രിലിൽ റാലി വന്നാൽ സേഫ് പീപ്പിൾ ഫോമോയിൽ ബൈ ചെയ്യും. ഇത്രയും ഇൻഫർമേഷൻസ് ഓവറോൾ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ന് 4 കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത്. ഒന്ന്, മാർച്ചിലെ വീഴ്ച ഒരു ക്രാഷ് അല്ല, മറിച്ച് കൂടിയ വോളറ്റാലിറ്റിയാണ്. 2, ഫിനാൻഷ്യൽ ഇയർ എൻഡുമായിട്ട് ബന്ധപ്പെട്ട ടാക്സ് സെല്ലിംഗ്, പ്രോഫിറ്റ് ബുക്കിംഗ്, F&O എക്സ്പയറി എന്നിവയാണ് ഈ വോളറ്റാലിറ്റിക്ക് കാരണം. 3, പുതിയ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന ഏപ്രിലിൽ പുതിയ പണം മാർക്കറ്റിലേക്ക് വരുന്നതുകൊണ്ട് ഹിസ്റ്റോറിക്കലി ഒരു മുന്നേറ്റത്തിന് ചാൻസ് ഉണ്ട്. 4മതായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മുതലാക്കാൻ മാർച്ചിൽ ഒരു വാച്ച് ലിസ്റ്റ് റെഡിയാക്കി ഏപ്രിലിൽ കറക്റ്റ് ആയിട്ടുള്ള സെക്ടറുകളിലും സ്റ്റോക്കുകളിലും ഫോക്കസ് ചെയ്യുക. ഈ മാർച്ച്, ഏപ്രിൽ എന്ന പ്രതിഭാസത്തെ പറ്റി നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? നിങ്ങൾ ഏതൊക്കെ സ്റ്റോക്സ് ആണ് ഈ മാർച്ചിൽ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ കുറച്ച് അറിവുകൾ തന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇത്തരം വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.